ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വിൻറ്റേജ് ജേർണൽ നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ബ്രൗൺ പേപ്പേഴ്സാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രോഡക്ട്സ് ചുരുട്ടിയിട്ട് ഉണ്ടാവുന്ന പേപ്പേഴ്സാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ കവറില്ലേ, പേപ്പർ ബാഗില്ലേ, പ്രിൻ്റൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ബാഗ്സ് ഉണ്ടെങ്കിൽ അതും ആവശ്യമുള്ള നോട്ട്ബുക്കിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചധികം പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് മടക്കിയിട്ട് ആവശ്യമുള്ള സൈസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള സൈസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതുപോലത്തെ ഒരു നീളത്തിലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ സൈസിൽ നമ്മൾ ഇതിനൊരു കവറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് വേണം, മിഡിൽ പോർഷൻ വേണം, പിന്നെ ബാക്ക് വേണം. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് മടക്കി എടുത്താൽ മതി ആ ഒരു അളവിൽ. ഇനി അതേ ബ്രൗൺ പേപ്പറിന് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പേപ്പർ പീസസിന് എല്ലാം കൂടെ ഇതേപോലെ ആ ബ്രൗൺ പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പേപ്പേഴ്സ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വേസ്റ്റ് പേപ്പർ ബാഗ്സ് റീയൂസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. കോഫി പൗഡറോ ടീ പൗഡറോ അല്ലെങ്കിൽ പെയിൻ്റോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ പേപ്പേഴ്സിനെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ അറ്റം ജസ്റ്റ് ഒന്ന് കരിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാൻഡിൽ വെച്ചിട്ടാണ് കരിച്ചെടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബോർഡറിൽ ഒരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ നോട്ട്ബുക്കിലത്തെ പേജസ് നമുക്ക് കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഈ ഫസ്റ്റ് പേജും കൂടെ നമ്മൾ കാർഡ്ബോർഡിലേക്ക് ഒട്ടുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ബുക്ക് റെഡിയായി കിട്ടുക. ഫ്രണ്ടിലത്തെ പേജ് ഒട്ടിച്ച പോലെ തന്നെ ബാക്കിലത്തെ പേജും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എക്സ്ട്രാ കാർഡ്ബോർഡ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് ബുക്കിൻ്റെ സൈസിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കവറൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പഴയ ഒരു ടീഷർട്ടാണ് എടുക്കുന്നത്. ടീഷർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈൻ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കവർ പോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു വിൻറ്റേജ് ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ കവറും കൂടെ ഒട്ടിച്ച് നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിയും. നമ്മളുടെ നോട്ട്ബുക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.